2026 മാർച്ചോടെ GE എയറോസ്പേസ് ദീർഘകാലമായി കാത്തിരുന്ന ഒരു കരാർ അന്തിമമാകാൻ പോവുകയാണ്. എന്തുകൊണ്ടാണ് ഈ കരാർ ഇത്രയ്ക്ക് പ്രാധാന്യമുള്ളതാകുന്നത്? ഈ കരാർ എന്താണ്? ഇന്ത്യയിൽ F414 എഞ്ചിൻ നിർമ്മിക്കുന്നതിനുള്ള 80% സാങ്കേതിക കൈമാറ്റത്തിനുള്ള ഒരു കരാർ. ഏകദേശം 1.5 ബില്യൺ US ഈ കരാർ പൂർണ്ണമായും ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടു കഴിഞ്ഞു. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഈ കരാർ ഇപ്പോൾ രണ്ട് സർക്കാരുകളുടെയും ഔദ്യോഗിക അംഗീകാരത്തിനായി കാത്തിരിക്കുകയാണ്. ഇന്ത്യയുടെ തേജസ് മാർക്ക് 2 പ്രോഗ്രാമിന്റെ ഹൃദയഭാഗമാണ് F414 എഞ്ചിൻ. ഈ എഞ്ചിന് വേണ്ടിയിട്ടുള്ള കരാറാണ് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ഒരു അംഗീകാരത്തിന് വേണ്ടി ഇപ്പോൾ കാത്തിരിക്കുന്നത്. ഇന്ത്യ ഇന്ന് വരെ നേടിയെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട എഞ്ചിൻ സാങ്കേതിക സഹകരണങ്ങളിൽ ഒന്നാണ് ഈ TOT കരാർ. ഈ കരാർ എന്ന് പറയുന്നത് നമ്മുടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൽ നിർമ്മാണം, അസംബ്ലി, പരിശോധന, പരിപാലന പ്രക്രിയകൾ എന്നിവയുണ്ടാകും. ഇത് ഇന്ത്യക്ക് സ്വന്തം F414 എഞ്ചിൻ ആവാസ വ്യവസ്ഥ നിർമ്മിക്കാനും സേവനം നൽകാനും നിലനിർത്താനും സാധിക്കും. 2026 മാർച്ചോടെ ഇടപാടിന് അംഗീകാരം ലഭിച്ചാൽ 2029 പകുതിയോടെ തദ്ദേശീയമായി നിർമ്മിച്ച ഇന്ത്യയുടെ ആദ്യത്തെ F414 എഞ്ചിൻ പുറത്തിറക്കാനാണ് HAL പദ്ധതിയിട്ടിരിക്കുന്നത്. ഈ കരാർ അന്തിമമാകുന്നതിന് മുൻപേ പ്രാദേശിക ഉൽപാദനത്തിന് മുന്നോടിയായി തേജസ് മാർക്ക് 2 പ്രോട്ടോടൈപ്പുകൾ GE ഇതിനകം വിതരണം ചെയ്തതും അതേപോലെ തന്നെ HAL പരിപാലിക്കുന്നതുമായ F414 എഞ്ചിനുകൾ ഉപയോഗിച്ചായിരിക്കും പറക്കുക. ഈ എഞ്ചിനുകൾ തയ്യാറെടുപ്പ് ഉറപ്പാക്കുന്നതിന് ഇടയ്ക്കിടെ ഗ്രൗണ്ട് ട്രയലുകൾക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയുമാണ്. 2026 പുറത്തിറങ്ങാൻ പോകുന്ന ആദ്യത്തെ തേജസ് മാർക്ക് 2 പ്രോട്ടോടൈപ്പ് മുൻകൂട്ടി വിതരണം ചെയ്ത ഒരു F414 എഞ്ചിനാണ് ഉപയോഗിക്കുന്നത്. HAL ആകെ 4 പ്രോട്ടോടൈപ്പുകളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇൻഡക്ഷൻ വേഗത്തിലാക്കാനും വികസനത്തിനും പ്രവർത്തന വിന്യാസത്തിനും ഇടയിലുള്ള സമയവിടവ് കുറയ്ക്കാനും വിമാനത്തിന് അന്തിമ ഉൽപാദന അനുമതി ലഭിക്കുന്നതിന് മുൻപ് തന്നെ തേജസ് മാർക്ക് 2 ലിമിറ്റഡ് സീരീസ് പ്രൊഡക്ഷൻ ആരംഭിക്കാനും HAL ഇതിനകം തന്നെ നിർദ്ദേശിച്ചു കഴിഞ്ഞു. ഇന്ത്യൻ വ്യോമസേനയുടെ അംഗീകാരം ലഭിച്ചാൽ 2030 2032 ഇടയിൽ 8 വിമാനങ്ങൾ നിർമ്മിക്കാനാണ് HAL പദ്ധതിയിട്ടിരിക്കുന്നത്. 2032 2033 ഉൽപാദനം വർദ്ധിപ്പിക്കുമ്പോഴേക്കും IAF ഇതിനകം തന്നെ ഇവ ഉണ്ടെന്ന് ഉറപ്പാക്കുകയാണ് HAL. ഇപ്പോഴത്തെ ഈ TOT കരാർ എന്ന് പറയുന്നത് തേജസ് മാർക്ക് 2 മാത്രമല്ല, ഭാവി എഞ്ചിൻ പ്രോഗ്രാമുകൾക്കായുള്ള അതായത് AMCA മാർക്ക് 1 പോലുള്ള എഞ്ചിൻ പ്രോഗ്രാമുകൾക്ക് വേണ്ടി സാധ്യതയുള്ള സ്വിച്ച് സാങ്കേതിക വിദ്യകൾ എന്നിവയുൾപ്പെടെയുള്ള ഇന്ത്യയുടെ വിശാലമായ എയറോസ്പേസ് അഭിലാഷങ്ങൾക്കും ഈ F414 TOT കരാർ വളരെയധികം നിർണായകമാണ്. അതായത് 80% TOT കൈവരിക്കുന്നത് ഇന്ത്യയുടെ ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും ആഴത്തിലുള്ള ജെറ്റ് എഞ്ചിൻ നിർമ്മാണ ശേഷിക്ക് അടിത്തറയിടുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഇന്ത്യ ഒരു വാങ്ങുന്നയാളിൽ നിന്ന് സഹ ഡെവലപ്പറായും ഒടുവിൽ നൂതന ഫൈറ്റർ പ്രൊപ്പൽഷൻ സിസ്റ്റങ്ങളുടെ നിർമ്മാതാവായും മാറാൻ ഒരുങ്ങുകയാണ്. അതായത് 2029 ആദ്യത്തെ തദ്ദേശീയ F414 എഞ്ചിൻ ലക്ഷ്യമിടുന്നു. 2032-33 തേജസ് മാർക്ക് 2 ഉൽപാദനം വിഭാവനം ചെയ്യുന്നു. അതോടുകൂടി ഈ TOT കരാർ എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിർണായകമായ ഒരു കരാർ തന്നെയാണ്. ഇന്ത്യ ഇനി പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ എഞ്ചിൻ ആയിരിക്കും തേജസ് മാർക്ക് 2 പരീക്ഷിക്കുന്നത്. ഈ എഞ്ചിൻ നിർമ്മിക്കുന്നതാവട്ടെ നമ്മുടെ HAL ആയിരിക്കും. തേജസ് മാർക്ക് 2 എഞ്ചിൻ കരാർ അമേരിക്കൻ എഞ്ചിൻ കമ്പനിയായ GEയുമായി ഒപ്പുവെക്കാൻ പോവുകയാണ്. അതിൽ 80% TOT ഉൾപ്പെടുകയും ചെയ്യുന്നു. ഇതുപോലെയുള്ള പ്രതിരോധ വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.